ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്ത് വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയ ഒരു സാധനത്തിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് എനിക്ക് ഇനി അടിയും കൂടെ പുറകെ വരുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും സാരമില്ല. ഇന്ന് ആ സാധനം ഉപയോഗിച്ച് നമുക്ക് ഒരു അടിപൊളി വീഡിയോ ചെയ്യാം. അപ്പൊ എന്താണ് സാധനം എന്ന് കാണണ്ടേ? ഈ ഗ്ലാസ് ജാറാണ് ഞാൻ അമ്മ കാണാതെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നത്. ഈ വീഡിയോ പുറത്തു വരുമ്പോഴേ അമ്മ അറിയത്തുള്ളൂ ഞാൻ ഇത് വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത്. എന്തായാലും ഇത് മാത്രം വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഞങ്ങളെ വീട്ടിലെ പറമ്പിലിറങ്ങി അവിടെ നിന്നൊരു സാധനം കൂടെ അടിച്ചു മാറ്റി. ഇതാണ് ഈ കമ്പ് എന്ന് പറയുന്നത്. ഞങ്ങളെ വീട്ടില് തോട്ടത്തിൽ നിൽക്കുന്ന ഒരു കാപ്പി മരത്തിന്റെ കമ്പ് വെട്ടിയെടുത്തതാണ്. ഇതിന്റെ കൂടെ ഇനി ഒരു സാധനം കൂടെ നമുക്ക് വേണം. അത് വേറെ ഒന്നുമല്ല, ഈ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കയറാണ്. അപ്പൊ ഈ വേസ്റ്റ് ആയിട്ടുള്ള കയറും ഈ കമ്പും ഈ ഗ്ലാസ് ജാറ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോണത്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് വളർത്താനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ കമ്പില് ഈ ചണക്കയറൊന്ന് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. അപ്പൊ ഈ കാണുന്ന പോലെ നമ്മൾ ഫുള്ളായിട്ട് ആ കമ്പ് കയറ് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആ കമ്പാണെന്നേ പറയത്തില്ല, വേറൊരു ലുക്ക് ആയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജാറിലാണ്. അപ്പൊ ജാറിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇതിൽ ഹാങ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപോലത്തെ 3 ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈ അടപ്പിന്റെ ആവശ്യം നമുക്കില്ല. ഈ അടപ്പ് മാറ്റിയിട്ട് നമ്മൾ ഇതില് വെള്ളം നിറച്ച് പ്ലാന്റ് ഇട്ട് ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഹാങ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹാങ്ങിങ് റോപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഈ വൈറ്റ് കളറിലുള്ള ഈ കയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നീളമാണോ ഇതിന് വേണ്ടത്, നമ്മൾ ഇതിൽ ഹാങ് ചെയ്തിടുമ്പോൾ എത്ര നീളമാണോ വേണ്ടത് ആ ഒരു നീളത്തിനനുസരിച്ച് നമുക്ക് ഈ റോപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ ഈ നീളമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതിന്റെ ഇരട്ടി നീളം നമ്മൾ എടുക്കുന്നുണ്ട് കയറ്. ഇപ്പൊ ഇത്ര നീളമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതിന്റെ ഇരട്ടി നീളം നമ്മൾ കയറിലെടുത്ത് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ 3 എന്ന് വെച്ചാൽ ഇതേപോലത്തെ 3 റോപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ 3 പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ലെങ്തിലാണ് ഞാൻ ഹാങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3ഉം കൂടെ കൂട്ടിക്കെട്ടാനായിട്ട് ഒരു ചെറിയൊരു റോപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 റോപ്പും കൂടെ നമ്മൾ ഒരേ സെയിം ലെങ്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കുഞ്ഞു പീസ് റോപ്പ് എന്ത് ചെയ്യുക, ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. നന്നായിട്ട് ഇറുക്കി നമ്മളിത് കെട്ടിക്കൊടുക്കുക. ഇത് ബാലൻസ് കട്ട് ചെയ്ത് കളയണ്ട, ഇതിങ്ങനെ വെച്ചിരിക്കുക. അത് ലാസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇറുക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആ റോപ്പിനെ ഇങ്ങനെ 3 ആക്കി ഇതേപോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ ഇതിങ്ങനെ 3 ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ ഇനി ഒരു പാറ്റേണിൽ കെട്ടിയാണ് ഇതിനാവശ്യമുള്ള ഒരു ഹാങ്ങിങ് റോപ്പ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനെ ഇത്ര ഒരു ഡിസ്റ്റൻസ് വിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു കെട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ആ 2 കയറിലും നമ്മൾ കെട്ടിട്ട് എടുക്കണം. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒരു കെട്ടിട്ട് എടുക്കണം. അടുത്തത് നമുക്കിതുപോലെ ബാക്കിയുള്ള 2 കയറിൽ ഇതേപോലെ കെട്ടിട്ട് എടുക്കാം. കെട്ട് നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഇറുക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ 3 ആയിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കെട്ടിട്ട് അവിടുത്തെ ഒരു കയറും അടുത്ത കെട്ടിലുള്ള ഒരു കയറും തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഇത് നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്താണ് ഇനി നമ്മൾ നമ്മുടെ ബോട്ടിൽ വയ്ക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കൂടെ ഒരു കെട്ടുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടെ വരുന്ന രീതിയായിട്ട് നമുക്ക് ഒരു കെട്ടുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് ഈ കാണുന്ന പോലെ ഈ ബോട്ടിൽ നമ്മൾ കെട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രയാണോ ഹാങ് ചെയ്യേണ്ട ആ ഒരു ലെങ്തിൽ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ കെട്ടാനുള്ളതും കിട്ടിയിട്ടുണ്ട്, കുറച്ച് ഹാങ് ചെയ്യാനുള്ള പോർഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കാട്ടി നിങ്ങൾക്ക് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ടോട്ടലായിട്ടൊന്ന് ടൈ ചെയ്തതിന് ശേഷം നമുക്കിതിനെ വേറൊരു റോപ്പ് കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിതിനെ ഹാങ് ചെയ്യാം. ഇനി ഈ താഴെ നമ്മൾ ഈ വിട്ട നൂലുണ്ടല്ലോ അതിനെ നമുക്ക് ഇതേപോലെ പിരിച്ച് ഇളക്കി വിടാം നമുക്ക്. അപ്പം നമ്മളിത് ഈ കാണുന്ന പോലെ ബോട്ടിൽ നമ്മൾ എല്ലാം കെട്ടി റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെയും കൂടെ ഞാനൊരു സ്ട്രോങ് ആയിട്ടൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ബാലൻസ് ആയിട്ട് വരുന്നത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം ഇതുപോലെ ബാക്കിയുള്ള 2 ബോട്ടിലൂടെ നമുക്ക് ഇനി കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരെണ്ണം ചെയ്തെടുത്തതുപോലെ ബാക്കി 2 കൂടെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 3 ബോട്ടിലും നമ്മൾ അതുപോലെ നല്ല അടിപൊളിയായിട്ട് കയറ് കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടിയും കൂടെ നമുക്ക് നോക്കാം. ഇനി ഈ കാണുന്ന സ്റ്റിക്ക് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യാനായിട്ട് ഒരു കെട്ടുകൂടെ വേണ്ടേ? അപ്പം അതിനായിട്ട് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ഈ വൈറ്റ് റോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ 2ആയിട്ട് മുറിച്ച് ഇവിടെ മേളിൽ ഒരു കെട്ടിട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതേപോലെ കുറച്ച് ലെങ്തി ആയിട്ട് ഇവിടെയും ജോയിൻ ചെയ്ത് അതേപോലെ ഈ ഒരു സൈഡിൽ ഇതേപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഈ കാണുന്ന പോലെ ഈ കയറും കൂടെ നമ്മൾ ഇതിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽസ് ഇതിൽ ഓരോന്നിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള വോൾ ഹാങ്ങിങ് റെഡി ആയി കഴിഞ്ഞ് ഇനി അതുകൂടെ നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ഈ കാണുന്ന ആണിയിലാണ് ഇത് ഹാങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്റ്റിക്കും ഇതുമായിട്ട് നമ്മൾ കെട്ടിയത് ആദ്യം നമുക്ക് ഹാങ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര നീളത്തിനാണോ വേണ്ടത് ആ ഒരു നീളത്തിന് നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഒരു 3 കയറുകൂടെ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ 2 സൈഡിൽ ഹാങ് ചെയ്യുന്നത് പൊങ്ങിയിട്ടും നടുക്കുള്ളത് കുറച്ച് താഴെയായിട്ടാണ് ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ ഒരു 3 കയർ എടുത്തിട്ട് ആ 3 കയർ നമുക്ക് ആദ്യം കെട്ടാം. നമ്മൾ ഈ കാണുന്ന പോലെ 3 കയർ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ 3 കയറിന്റെ അറ്റത്തായിട്ട് നമുക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ബോട്ടിലായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ ഇതിന്റെ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഹാങ് ചെയ്യാം. അപ്പം നമുക്കിത് ഇതുപോലെ ഇനി ബാക്കിയുള്ള 2 കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റിനനുസരിച്ച് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ കാണുന്ന മണി പ്ലാന്റിന്റെ കട്ടിങ്സ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ വയ്ക്കാനായിട്ട്. അപ്പം ഇതുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൾ ഹാങ്ങിങ് കംപ്ലീറ്റ് ആയി. ഞാൻ ഇതിൽ നേരത്തെ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഓരോ പോട്ടിലും നമുക്ക് ഇതേപോലെ പ്ലാന്റ്സ് കൂടെ വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സിന്റെ കട്ടിങ്സ് ഇതിൽ വയ്ക്കാവുന്നതാണ്.
ഞാൻ എനിക്കിഷ്ടമുള്ള മണി പ്ലാന്റ് ആണ് ഇതിൽ വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വോൾ ഹാങ്ങിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉടനെ പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.